എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ഇന്നൊരു തിങ്കളാഴ്ചയല്ലേ. പിന്നെ വേറെന്താണ് വിശേഷം? ഞാനിന്ന് ഒരു പാവയ്ക്ക് അവിയൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. പാവയ്ക്ക് ചീരയും കൂടെ അവിയൽ. പാവയ്ക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് നല്ല നീളത്തിനാണ്. നമ്മൾ മെഴുക്കുരട്ടിക്ക് എടുക്കുന്ന കണക്കല്ല, നീളത്തിന് അരിഞ്ഞിട്ട് അതിനെ ഉപ്പിട്ട് നല്ല ഞവിടി കഴുകി വാരി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സവാള അതുപോലെ നീളത്തിന് അരിഞ്ഞ് നൈസായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീരയുടെ തണ്ടുണ്ടല്ലോ, ചീരത്തണ്ട്, അതിങ്ങനെ കീറി വെച്ചിരിക്കുകയാണ് രണ്ടായിട്ട് പിളർന്ന്. എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ വേവത്തില്ല. ഇതിനിപ്പം ഇതിവിടെ നല്ല മാംസം പോലെയാണ് ഇരിക്കുന്നത്, വേവും പറയാമല്ലോ നല്ല. പിന്നെ എന്നിട്ട് ചീര നമ്മൾ അവിയലിന് ഇതിപ്പോൾ കണ്ടില്ലേ, അവിയലിൻ്റെ പരുവത്തിന് അരിഞ്ഞേക്കുന്നത്. അതുപോലെ ചീരയും നമ്മൾ തോരത്തിൻ്റെ അളവിലല്ല, കുറച്ചും കൂടെ ഒരു 3 പീസ് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ തോരത്തിന് അരിഞ്ഞിരിക്കുന്നത് 3 പീസ് ആയിട്ട് ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് പാവയ്ക്ക് നമ്മുടെ സവാളയും ചീരത്തണ്ടും ചീരയും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളി ഒരു ശകലം ഇഞ്ചി വേണം, ഒരു ശകല ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്രയും കൂടെ നല്ല അവിയലിൻ്റെ പരുവത്തിന് ചതയ്ക്കണം. ചതച്ച് നമ്മളിതൊന്ന് വെന്തതിന് ശേഷം ഒരു 3/4 വേവാകുമ്പോഴേക്കും, ഇതങ്ങ് വെന്ത് കുഴയരുത്, 3/4 വേവാകുമ്പോഴത്തേക്കും അരപ്പിട്ട് കൊടുക്കണം. അരപ്പിട്ട് നല്ല പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി. അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പുളി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പുളി വേറെ പിഴിഞ്ഞൊഴിച്ചാൽ ഇത് ചതയ്ക്കുമ്പോഴത്തേക്ക് പുളി ശരിക്കും അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് പുളിനീര് പിഴിഞ്ഞൊഴിക്കണം. തക്കാളി ഉണ്ടായിരുന്നെങ്കിൽ അത് സൂപ്പറായിരുന്നു. തക്കാളി ഇല്ലാത്തത് കൊണ്ട് പിന്നെ പുളി, നമ്മുടെ പുഴുപുളി ഉണ്ടല്ലോ, പുഴുപുളി പാകത്തിന്, ഒരുപാട് പുളിയാവണ്ട, എന്നാലും ഇച്ചിരി പുളി മുമ്പോട്ട് നിൽക്കണം. നമ്മളെല്ലാ കറിയേക്കാളും പുളി ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം. എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ ഈ പാവയ്ക്കൊക്കെ അതിലോട്ട് നല്ല ഇതാവുന്നത്, മനസ്സിലായോ? പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ല പാകത്തിന് ഇളക്കി നമ്മൾ എടുക്കണം. കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. കറിവേപ്പിലയുടെ ആവശ്യം ഈ കറിക്കില്ല, പിന്നെ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് കറി ആയതിന് ശേഷം, അവിയലായതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ എനിക്കിത് വീഡിയോ കൊണ്ട് നടന്നിട്ടെടുക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്കത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞ പാകം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചത്. അതായത് ചുവന്ന ഉള്ളി, ഒരു ശകല ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, തേങ്ങ, പച്ചമുളക് ഉണ്ടല്ലേ. ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്ക, സവാള, ചീരത്തണ്ട്, ചീര, ഇത്രയും കൂടെ. ഇതൊരു 3/4 വേവാകുമ്പോഴേക്കും നമ്മളിത് അരച്ച് ചേർത്താൽ മതി, അവിയലിൻ്റെ പരുവത്തിന് ചതച്ച്. അപ്പോൾ ഇത് കറി റെഡിയായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരി സഹോദരങ്ങളെ, ടാറ്റാ.